ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഈ ബീഫ് കൊണ്ട് ഒരു അടിപൊളി ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഇല്ല ഇങ്ങനെ ബീഫ് ഉണ്ടാക്കാൻ. അതെ, അതുപോലെ ഇങ്ങനെ ബീറ്റ് ഒക്കെ വരുത്തിക്കാൻ നമ്മൾ ഈ ബീഫിന്റെ പീസ് കൊണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഫുൾ സ്പെഷ്യൽ ആണല്ലേ? നിങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആരും വരുന്നത്? സ്പെഷ്യൽ ആയിട്ടൊരു വെറൈറ്റി ഒരു അടിപൊളിയായിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ നമ്മളപ്പോ ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് ബീഫൊക്കെ നന്നായി സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുൾ സ്നേഹത്തിലേക്ക് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ആ ബീഫിനോടുള്ള പെരുമാറ്റം നമ്മൾ ഭയങ്കര സ്നേഹത്തിലായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് വീഡിയോ അല്ലേ സോല? അല്ലേ ബീഫിനകത്ത് പെരുമാറാൻ പരിസരല്ലേ പുള്ളേ. അപ്പോൾ നമ്മൾ ഈ ബീഫ് കട്ട് ചെയ്യുന്നത് ശരിക്കും ഇങ്ങനെ നീളത്തിലായിരിക്കണം. ഇത് കണ്ട ഈ ഇറച്ചി ഇങ്ങനെയുള്ളത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം, നല്ല വൃത്തിയായിട്ട്. സ്ലൈസായി കട്ട് ചെയ്ത ബീഫ് നന്നായിട്ടൊന്ന് കഴുകിയാണ്ടെടുക്കുക. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, വലിയ ജീരകം, ഉപ്പ്, വെച്ചെടുത്ത വെളുത്തുള്ളി, വെച്ചെടുത്ത ഇഞ്ചി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് കീമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബീഫിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടി നമ്മുടെ മൊസറല്ല ചീസ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചെത്തിയെടുക്കാം. അയ്യോ, ഇപ്പോൾ ഏകദേശം ഒരു 1 കിലോ മൊസറല്ല ചീസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് അടിക്കുള്ളൂ. അയ്യോ, സെറ്റ്. അടുത്ത ട്രിപ്പ്. അപ്പോൾ നമ്മുടെ ഈ കാർഡ്ബോർഡിൽ കേക്ക് വെക്കുന്ന കാർഡ്ബോർഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാർഡ്ബോർഡ് നമ്മൾ ഈ എണ്ണ തേച്ച് നന്നായി പിടിപ്പിച്ചിട്ടുണ്ട്, നല്ല തേച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്താണ്, നമ്മൾ ഈ ഹാർട്ടിൻ്റെ ഷേപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയും തേച്ച് വെക്കണം എണ്ണ. എന്താണ് ചന്തത്തിൽ. അപ്പോൾ നമുക്ക് ഈ ബീഫിൻ്റെ പീസ് എടുത്തിട്ട് കീം എടുത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് ഇനിയാണ് മെയിൻ ടാസ്ക്. നമ്മൾ ഹാർട്ടിനെ ഷേപ്പാക്കി തന്നെ എടുക്കണം, അതാണ് ഇതിൻ്റെ ടാസ്ക്. ഇത് ക്രിയേറ്റീവായ ആൾക്കാരെ ചെയ്യാൻ പറ്റുള്ളൂ. അത് എങ്ങനെ ചെയ്യാൻ നമുക്കറിയാം, പ്ലാൻ ചെയ്യാം. നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഹാർട്ടൊക്കെ വരച്ച് ഭയങ്കര പരിചയം നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല. നീയല്ലേ പറഞ്ഞത്.
വെറുതെ അല്ല ശരിക്കും പറഞ്ഞത്. അപ്പം എങ്ങനെ ഹാർട്ട് ഷേപ്പാക്കി നോക്കാം നമുക്ക്. ഫസ്റ്റ് എല്ലാം കൂടെ നമുക്ക് ഇട്ട് നോക്കാം. ഹാർട്ടിന് ഷേപ്പ് ആകുമോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. ഹാർട്ട് ഇടി കിട്ടിയ മാതിരി ഇല്ലല്ലോ ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ തവയിൽ ഒന്ന് ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ഹാർട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബീറ്റ് അടുപ്പിക്കുന്നതിനെ. അപ്പോൾ നമ്മുടെ ഈ ഹാർട്ട് നമുക്ക് ഇത് ഇറക്കി കൊടുക്കാം അല്ലേ? നൈസ് എടുത്താ ലാൻഡിങ് പെർഫെക്റ്റ് ആക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഫില്ല് ചെയ്യാൻ പോകണ്ട ശരിക്കും. നമ്മുടെ മൊസറല്ല ചീസും ഉണ്ട്. മൊസറല്ല എന്നല്ലേ പൊളിക്കും. സ്വലവടാ പൊട്ടിക്കും. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ചന്തുണ്ടല്ലേ സുഖല്ലേ? ഇപ്പം ഏകദേശം ഇത്ര ഫില്ല് ചെയ്താൽ മതി അല്ലേ? ഒരു ഏകദേശം സെറ്റ് ചെയ്ത് ഒരു ലെയർ കൂടെ നമ്മൾ ആ ബീഫ് വെക്കണം, ഒരു തിൻ ലെയർ. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ വെക്കണം മുകളിൽ. പെർഫെക്ഷനായിട്ട് വെക്കണം, അതാണ് എൻ്റെ മെയിൻ. ലെയർ വളരെ തിന്നായിരിക്കണം. അപ്പോൾ നമ്മുടെ ഹാർട്ട് നമ്മളങ്ങോട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതായിട്ട് അടിക്കണം, തുടിക്കണം, ടിക്ക് ടിക്ക് വേണ്ടി. അപ്പോൾ നമുക്കിതൊന്ന് കത്തിച്ചെടുക്കാം. ഇന്ന് അവിടെ ഹാർട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഹൃദയത്തിൻ്റെ ആ തുടുപ്പൊന്ന് കാത്തിരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഇത്ര നേരമായിട്ട്. തുടുപ്പ് ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. തുടുക്കുമെന്ന പ്രതീക്ഷയിൽ ചെറുതായിട്ട് തുടിക്കുന്നുണ്ട്. അതിന് ജീവൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാർട്ടിന് ജീവൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചെറുതായിട്ട് തുടിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ മേൽഭാഗം നേരെ തുടങ്ങിയില്ലേ? നല്ല വെന്ത് വരുന്നുണ്ട് അല്ലേ സുഖല്ലേ? അല്ലേ സുല? അതിന്റെ ആ തെറിക്കണ അതിന്റെ ആ തുടുപ്പ് കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണല്ലേ? എണ്ണയൊക്കെ ഇങ്ങനെ പൊട്ടി തെറിക്കുമ്പോ അല്ലേ ഫ്രണ്ട്സ്? അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ആ തുടുപ്പ് ഒന്ന് കാണാൻ വേണ്ടി നമ്മളൊന്ന് കാത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പൊ എണ്ണന്റെ തുടുപ്പ് കണ്ട് കയ്യിൽ ചെന്തില്ലേ? ഇല്ല, അത് സ്വപ്നം കണ്ടേ. എനിക്ക് തോന്നിയായിരിക്കില്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹൃദയ തുടുപ്പ് വന്നിട്ടില്ല എത്ര നേരമായിട്ട്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം അല്ലേ സുഖല്ലേ? അടിയൊക്കെ ചെറുതായി പിടിച്ചിട്ടുണ്ട്, വിഷയമില്ല. ഫ്രണ്ട്സ്, നമ്മൾ തിരിക്കാൻ പോണ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. നമുക്ക് ഒന്ന് എടുക്കാം. എടുത്തോ, ചൂടുണ്ടോ? ഹാർട്ട് അങ്ങനെ തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല ഹാർട്ടിന്. അതാണ് ബീഫ് തുടിക്കുമോ നമുക്ക് കാത്തിരിക്കാം. കാഴ്ച ഇത് തുടിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ നോക്കിയാണ്. ഇപ്പോൾ തുടിക്കും, ഒരു മിനിറ്റ് കാണിച്ചു തരാം. തുടിക്കി മക്കളെ, തുടിക്കി തുടിക്കി തുടിക്കി. ജീവൻ വരട്ടെ, ജീവൻ വരട്ടെ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം വന്നിട്ട് ഇതിങ്ങനെ ടിക് ടിക് എന്നൊക്കെ അടിക്കണം എന്നായിരുന്നു. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അടിച്ചില്ല.
കാരണം ഇവിടെ രണ്ടൊരു ഹോളുണ്ട്. ഹോളിൽ കൂടെ അങ്ങനെ ഇതിൽ കൂടെ അങ്ങനെ ആ ചൂടൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് നൈസായിട്ടൊന്ന് അടച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ബീഫ് റെഡി ആയിട്ടുണ്ട് ഇല്ല ശരി. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനെ. നമ്മൾ ഇനി ഇപ്പം തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം കൈയൊക്കെ പോകുള്ളൂ. അപ്പോൾ എടുത്ത് നമ്മുടെ സേവിങ് പ്ലേറ്റിൽ വെക്കണം അല്ലേ. ഇത് പൊട്ടിക്കുന്നതിനുള്ള ചീസൊക്കെ അതാണ് നമ്മുടെ മെയിൻ കീറും. അപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ബീഫ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ എന്താണ് ഹാർട്ട് ബീറ്റ് അടിക്കാത്തതുകൊണ്ട് ഭയങ്കര സങ്കടപ്പെട്ടു നമുക്ക്. ഭയങ്കര സങ്കടം. കാത്തിരുന്ന ആ തുടുപ്പ് അത് നമ്മൾ കണ്ടു. ഹൃദയത്തിന്റെ ആ തുടുപ്പ് തുടിക്കാതിരുന്നപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ നമുക്ക് ടേസ്റ്റ് സൂപ്പർ ചെയ്യും. അപ്പോൾ ഇതാ കിട്ടുന്നതോടെ ഞാൻ എടുക്കാം. ടേസ്റ്റ് ചെയ്യും. മൊസറല്ല തന്നെ അല്ലേ. അടിപൊളിയില്ല, കച്ചപ്പ് ചേർത്ത് അടിച്ചത് അടിപൊളി. കച്ചപ്പെടുക കച്ചപ്പ് ചേർത്ത് അടിക്കാൻ പൊളി. നല്ല വലിവുണ്ട് സാധനത്തിന്. ചേർത്ത് കഴിക്കാൻ ചീസ് കച്ചപ്പ് ചേർത്ത് അടിക്കാൻ നല്ല കിടിലായിട്ടുണ്ട്. ഒരേ വലിയ തന്നെ നമ്മുടെ വലി മാത്രം നടക്കുന്നത്. ഏതെങ്കിലും കഴിക്കേ പൊളി സാധനല്ലേ. ശരിക്കും തന്നെ ഒരു ക്രിസ്പി സൈഡും ഉണ്ട്, ഒരു സോഫ്റ്റ് സൈഡും ഉണ്ട് ഇതിൻ്റെ മെയിൻ. ഞാൻ കാര്യം പറയട്ടെ, പിസക്ക് പോലും ഇത്ര വലിവ് കിട്ടില്ല അല്ലേ. അതെ ഇതിലും വലിയ വയ്ക്കുന്നുള്ളൂ അല്ലേ. പറയണ്ട. അപ്പോൾ ഏകദേശം നമ്മുടെ ബീഫൊക്കെ അടിച്ച് മിനിക്കിട്ടുണ്ട് ചക്കന്മാരി. എല്ലാവരും കൂടെ വന്ന് കട്ട് ചെയ്ത് സുൽഫിക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കണ്ടിട്ടില്ലേ. അതെ, അവൻ വന്ന് ഒക്കെ എടുത്ത് എല്ലാ പിള്ളേരും കൂടെ കഴിച്ച് ഏകദേശം തീർത്ത്. അവനിക്ക് എന്തായാലും ഇത് കണ്ടാൽ കഴിക്കാൻ തോന്നില്ലേ. അവൻ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അവസ്ഥ അവൻ്റെ. അപ്പോൾ അങ്ങനെ തീർന്നു. പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയ റെസിപ്പി ആണെങ്കിൽ പോലും സംഗതി ഉഷാറായി. നമ്മൾ ആകെ പാളിപ്പോയ എന്താ വെച്ചാൽ ആ ഒരു ബീറ്റ് വന്നില്ല. ആ ബീറ്റായിരുന്നു ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ചീസും ബീഫും ആദ്യമായിട്ടാണ് അടിപൊളിയായി. ബർഗറിനോട് കഴിച്ചിട്ട് പറഞ്ഞു. ബർഗറിനോട് മറ്റേ ചീസ് മസാല ചീസ് വെച്ചിട്ടുള്ള ആദ്യ പരീക്ഷണം. ഇത് ബർഗറിന്റെ മറ്റേ ബർഗറും മറ്റേ ബന്നും മറ്റേ ഇലയും മറ്റേ തക്കാളൊക്കെ ഉണ്ടാവും. ഇത് പറഞ്ഞ ബീഫും ചീസും മാത്രം. അത് വെറൈറ്റി വേറൊരു ടേസ്റ്റാണ് മക്കളെ. അപ്പോൾ റെസിപ്പി കലക്കി ഉഷാറ് അടിപൊളി. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഈ കൈമ വട ഉണ്ടാക്കില്ല, ആ ഒരു രീതിയിൽ ആ വടൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് മസാല ചീസൊക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ നോക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ നമ്മൾ ചെയ്ത് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം ഒരു അടിപൊളി കിടിലൻ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.